പോണോ? ഓൾ ദി ബെസ്റ്റ്. ആ ശരി ശരി. ഞാൻ നോക്കിയിട്ടിരിക്കട്ടാ. ഇത് ക്ലോസ് ക്ലോസ് ക്ലോസ്. നിന്റെ ഫ്രണ്ട്സ് എവിടെ? ആ ക്ലോസ് ചെയ്ത്. കോൾഡാണ്, ക്ലോസ് ചെയ്യുന്ന വിൻഡോ. ഹലോ ഗൈസ്, SM മലു വ്ളോഗ്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ലച്ചുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണെന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഒരു 6:30 തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓൾറെഡി ലേറ്റായി. എന്താടാ? അപ്പോൾ നമുക്ക് പോവാം. റെഡി അല്ലേ ഇമ്മേട്ടാ? ഇവ റെഡിയാണോ? ടാറ്റ പോവാ പറ. ശരി, ടാറ്റ പോവാ പറ. ടാറ്റ ഇവ ടാറ്റ പോവാ പറ. ടാറ്റ പോവാണോ? എങ്ങടാ പോണേ? എന്ത്? ചേച്ചിന്റെ സ്കൂളിലേക്കോ? ആണോ? ടാറ്റ ബൈ, ലവ് യു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ അവിടേക്കുള്ള എൻട്രി ടിക്കറ്റ്. നമുക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഈ ഒരു ടിക്കറ്റ് വേണം. ഇതായിരുന്നു അവിടെ അവർ റെഡി ആവുന്ന ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടി റെഡി ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കിടക്കാം. ഓൾറെഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Innovative teaching methodologies and teachers' enrichment is a passion which can be experienced through academic growth of the children and the school. She comes with a rich experience and has in learning management system also. May I now request to be at Samsad. You know, there are thousands and thousands of schools in every area of Bangalore, every nook and corner. And I find what Samsad is doing, from what I've heard, an amazing blend of value-based education. Many schools talk of value-based education, but here I think I'm seeing it being practiced. I experienced it through the meditation that we started with. Also because I'm on the board of one of the group of institutions here in Bangalore, the RP group of institutions, and I'm hands-on with many teachers and many levels of education there. And it's so important to keep them in that vital link, which I ಕನ್ನಡದಲ್ಲೇ ಮಾತಾಡ್ತೀನಿ. ಕಾರಣ ಏನಂದ್ರೆ, ಒಂದು ಕನ್ನಡದಲ್ಲಿಂದ ಕನ್ನಡ ಪ್ಲಸ್ ನಮ್ಮದು ಎಜುಕೇಷನ್ ಬ್ಯಾಕ್ಗ್ರೌಂಡು ಹಾಗೆ ಇದೆ. ಹಾಗಾಗಿ ನಾವು ಎಲ್ರಿಗೂ ಅರ್ಥ ಆಗೋ ಭಾಷೆನಲ್ಲಿ ಕನ್ನಡದಲ್ಲಿ ಹೇಳ್ತೀವಿ. Now I call upon the guest of honor, Mr. Deepak sir, to address the gathering. കുറച്ച് നേരം ഉള്ളിൽ നിന്നപ്പോൾ തന്നെ ഇവയ്ക്ക് ബോറടിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അവൾക്കൊന്ന് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ ഒന്ന് എടുത്ത് നടന്നിരുന്നു. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവൾ ഉറങ്ങിയൊന്നും ചെയ്തില്ല. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ ഫുൾ ഡാർക്കൊക്കെ ആയതുകൊണ്ട് അവൾക്ക് വലിയ ഇതായിട്ട് മൂഡ് ഉണ്ടായില്ല. പിന്നെ ഫുൾ പരിപാടി കഴിയുന്നവരെ ഞാനും ഇവയും ഇതുപോലെ പുറത്ത് നടക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വിമലായിട്ട് അവിടെ ഇരുന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചു. ഞങ്ങളിവിടെ പുറത്ത് കളിക്കട്ടെ, നിങ്ങളപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് ഒന്ന് ഉള്ളിൽ പോയിട്ട് പ്രോഗ്രാംസൊക്കെ കണ്ടിട്ട് വാട്ടോ. ഞാൻ എന്തായാലും ഫസ്റ്റ് തന്നെ ലിച്ചുവിൻ്റെ ഡാൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രോഗ്രാംസും
നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എഗെയിൻ ഞങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ആകെ 1-2 ഡാൻസ് മാത്രമേ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞങ്ങൾ ഇതുപോലെ പുറത്ത് കളിക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ നോർമൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇങ്ങോട്ട് ഇതൊക്കെ 2 3 4 5 കയറും. അയ്യോ പറ്റുന്നില്ലേ? 5 6 ഇനി താഴേക്ക് പോവാ. 1 2 3 മെല്ലെ 4 5. അങ്ങനെ പരിപാടി ആൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അങ്ങനെ എല്ലാം കൂടി ആനുവൽ ഡേ സൂപ്പറായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ലച്ചു അവർ അവരുടെ ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ അങ്ങോട്ട് വന്നിട്ട് എല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. ഓൾറെഡി ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ എൻഡിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്, ഒരു ഗ്രാൻഡ് ഫിനാലെ പോലെ അങ്ങോട്ട് വന്നത്. അപ്പോൾ ലച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസൊക്കെ? വിശക്കുണ്ടോ? അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു ആനുവൽ ഡേ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.